മലപ്പുറത്ത് നിന്ന് CV അനുമോദും നമുക്കൊപ്പം ചേരുന്നു. കഴിഞ്ഞ തവണ 75.43 എന്ന പോളിംഗ് ശതമാനത്തിലേക്ക് പോയപ്പോൾ ഇപ്പോൾ 65 അടുത്ത് പോളിംഗ് ശതമാനം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ട് സാഹചര്യമുണ്ട്. 6 മണിയോടുകൂടി എടുക്കുമ്പോൾ അനുമോദ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ എത്താനുള്ള ഒരു സാഹചര്യം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ പല കോട്ടക്കലടക്കമുള്ള സ്ഥലങ്ങളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പൊതുവെ സംസ്ഥാനത്തുടനീളം സമാധാനമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇത്തരം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും മലപ്പുറത്ത് നിന്ന് തന്നെ. അതിന്റെ അടക്കം എങ്ങനെയാണ് പോളിംഗ് പൂർണ്ണമായിരിക്കുന്നത് മണ്ഡലത്തിൽ? അപർണ, ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ച വിവരപ്രകാരം മലപ്പുറത്ത് 68.12 പൊന്നാനിയിൽ 64.54 നിലവിലെ പോളിംഗ് നിരക്ക്. അത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച കണക്ക് പ്രകാരമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം MSP സ്കൂളിലാണ്. ഇവിടെ 112-ാം ബൂത്തിൽ ഇടയ്ക്ക് വോട്ടിംഗ് മെഷീൻ തകരാറിലാവുകയും അരമണിക്കൂറിലധികം സമയം പോളിംഗ് തടസ്സപ്പെടുകയും ചെയ്തിരുന്നു, നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മറ്റൊരു യന്ത്രം കൊണ്ടുവന്നാണ് ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചിരുന്നത്. പക്ഷേ അപ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് വോട്ടർമാരുടെ വലിയ ഒരു നിര, 220ഓളം പേർക്ക് ഇതുവരെ ടോക്കൺ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത്രയും അധികം സമയം വോട്ടർമാർ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇതാണ് ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടും ഈ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 മണിയും 8:30യും ആയാൽ മാത്രമേ ഒരുപക്ഷെ ഈ ഒരു പോളിംഗ് പൂർത്തിയാവുകയുള്ളൂ. സമാനമായ സാഹചര്യം മലപ്പുറം ജില്ലയുടെ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു പോളിംഗ് നടപടികൾ വളരെ നേരം വൈകി മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. പലരും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുട്ടികൾക്കായി വന്ന കൈക്കുഞ്ഞുങ്ങളുമായി വന്ന ഒരാളുകളൊക്കെയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. കാരണം അവരൊക്കെ 1-2 മണിക്കൂറുകളാണ് ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാ ഒരുപാട് സമയമായി. എപ്പോഴാണ് വന്നത്? പുതിയതായിട്ട് വലിയ ബുദ്ധിമുട്ടായി? 4 മണിക്ക് വന്നതല്ലേ? 4 മണിക്ക് വന്നിട്ട് ഇപ്പൊ സമയമൊക്കെ 2 മണിക്കൂറായി കാത്തു നിൽക്കുക. 2 മണിക്കൂറോളായി. കരയാൻ തുടങ്ങി. വിശക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷയില്ല എത്രയും നേരം അല്ലേ? 3 മണിക്കൂറായി. 3 മണിക്കൂറായി കാത്തു നിൽക്കും. ഇപ്പൊ ടോക്കൺ കിട്ടിയില്ലേ? വോട്ടിംഗ് തുടങ്ങിയിട്ടില്ല അല്ലേ? ഇത്തരത്തിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ ഒരു നിരയാണ്. സ്ത്രീകളൊക്കെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന സാഹചര്യം. ഇവിടെ ടോക്കൺ കിട്ടി മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരും മണിക്കൂറുകളായി. ടോക്കണൊക്കെ കിട്ടിയോ? ടോക്കൺ കിട്ടി. ഇനി എപ്പോ കിട്ടാനാ? 2-3 മണിക്കൂറായില്ലേ കാത്തു? ഞാൻ വന്നിട്ട് 3 മണിക്ക് വന്ന ആളാ. ഇപ്പൊ കിട്ടിയ ടോക്കൺ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാ. എത്ര നമ്പർ? നമ്പർ 70. രാവിലെ മുതലേ കംപ്ലൈന്റുകളുണ്ട് മെഷീനിന്. വളരെ മന്ദഗതിയിലാണ് പോളിംഗ്. വളരെ മന്ദഗതിയിലായിരുന്നു. 46. എന്താ ഈ പോളിംഗ് മെഷീന്റെ വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ല? വോട്ടിംഗ് മെഷീനോ കംപ്ലൈന്റ്, അതിനെക്കാട്ടി സ്ലോ ആണ് ഉദ്യോഗസ്ഥന്മാരെ. ശരിയല്ല, വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ളിടത്തൊക്കെ ഒരാളെ നമ്പർ എഴുതി കൊടുത്താൽ അടുത്ത ആൾ കയറ്റും. ഇവർ ഒരാൾ പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ കയറ്റും. നടപടിയിലെ മന്ദഗതിയും മൊത്തം ബാധിച്ചു അല്ലേ? ഇത് ഇവിടുത്തെ മാത്രം ഒരു അവസ്ഥയായിരിക്കില്ല. കാര്യം മലപ്പുറം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ നിരവധി ഇടങ്ങളിൽ സമാനമായ ഒരു സാഹചര്യം തന്നെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ച ഒരു വിവരം, വസീഫിനെ, ഇടതുപക്ഷ സ്ഥാനാർത്ഥി വസീഫിനെ മഞ്ചേരി ഒരിടത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു എന്ന ഒരു വാർത്തയും വന്നിട്ടുണ്ട്. അതിന് ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ പ്രവർത്തകരും സ്ഥാനാർത്ഥിയും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് നെല്ലിക്കുത്തിരുന്ന ഒരു വിവരവും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് തന്നെയാണ്. പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 74-75 എത്തും എന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. കാരണം ഇപ്പോൾ തന്നെ 65 ഇനിയും ഒട്ടേറെ പേരാണ് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അത് മലപ്പുറം പൊന്നാനി മേഖലകളിൽ നിന്ന്, മണ്ഡലങ്ങളിൽ നിന്നുള്ള വിശകലനങ്ങളാണ് CV അനുമോദ് നൽകിയത്.